വലിയ വലിയ VIP-കളാണ് ജയിൽവാസം കാത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം മുതൽ നടൻ ദിലീപ് വരെ ആ പട്ടികയിലുണ്ട്. ഇപ്പോൾ ജയിലിലൊക്കെ നല്ല ഭക്ഷണമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഗോവിന്ദചാമിയുടെ ഒരു പുതിയ അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് നല്ല രുചിയുള്ള ഭക്ഷണം, അത് കഴിച്ച് 18 കിലോ കൂടിയെന്ന്. ഇത്രയും നല്ല ഭക്ഷണം 3 ദിവസം വേണ്ട എന്ന് വെച്ച് നിരാഹാരം കിടന്നത് രാഹുൽ ഈശ്വർ മാത്രമാണ്. അയാളെ ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആരോഗ്യനില മോശമായതിനാൽ ആശുപത്രിയിലാക്കിയെന്നാണ് ജയിൽ അധികൃതരുടെ ഭാഷ്യം. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മാസങ്ങളോളം വ്രതമെടുത്ത ശീലമുള്ള ഇയാൾ വെറും 3 ദിവസം വെള്ളം മാത്രം കുടിച്ചപ്പോൾ എങ്ങനെ ആരോഗ്യനില മോശമാണ്? അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ആർക്കായാലും തോന്നിപ്പോകും. ഗോവിന്ദചാമി ജയിൽ ചാടാനായി ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാഗം കുറച്ചിരുന്നു. വെറും 55 കിലോ മാത്രം ഭാരമുണ്ടായിരുന്ന ഗോവിന്ദചാമിക്ക് ഈ 4 മാസം കൊണ്ട് 18 കിലോ കൂടി. 55-ൽ നിന്ന് ഇപ്പോൾ 73 കിലോ ആയി. 74 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഗോവിന്ദചാമി ജയിൽ ചാട്ടത്തിനായി 10 മാസം കൊണ്ട് 55 കിലോ ആക്കി കുറച്ചതാണ്. ഉച്ചയ്ക്കും രാത്രിയും 2 ചപ്പാത്തി വീതം കഴിച്ചു. വെള്ളവുമായിരുന്നു അന്ന് കുടിച്ചിരുന്നത്. കണ്ണൂർ സെൻട്രലിൽ നിന്ന് ചാടിയ ഗോവിന്ദചാമിയെ 4 കിലോമീറ്റർ അകലെയുള്ള തളാപ്പിലെ കിണറ്റിൽ നിന്നാണ് പോലീസ് പൊക്കിയത്. അതേ തുടർന്ന് വിയൂരിലെ അതിസുരക്ഷാ ജയിലിലേക്കാണ് മാറ്റിയത്. മാത്രമല്ല ഏകാന്ത തടവിലുമാക്കി. വധക്കേസിൽ 2011 നവംബർ 12-ാം തീയതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയ ഗോവിന്ദചാമി 2025 ജൂലൈ 24-നാണ് ജയിൽ ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതും പിടിയിലായതും. പരോളില്ല, നല്ല ഭക്ഷണമില്ല, ജയിൽ ജീവിതം മടുത്തു എന്നൊക്കെയാണ് ജയിൽ ചാട്ടത്തിന് കാരണമായി ഗോവിന്ദചാമി അന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ നല്ല ഭക്ഷണമാണ് കിട്ടുന്നതെന്ന് ഗോവിന്ദചാമി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി ജയിലിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന VVIP-കൾക്കും അതിലും നല്ല ഭക്ഷണം കൊടുക്കുമായിരിക്കും. കൊടുക്കണം, അവര് പട്ടിണിക്കിടല്ലേ. ദിലീപിന്റെ കേസിൽ വിധി തിങ്കളാഴ്ച വരും. മാങ്കൂട്ടവും ഏതാനും ദിവസങ്ങൾക്കകം, ഏറിയാൽ പഞ്ചായത്ത് വോട്ടെടുപ്പ് വരെ ഒളിവിൽ കഴിയാം. അത് കഴിഞ്ഞ് ഉറപ്പായും പോക്കും. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ച് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. എന്നാലും പോലീസ് പൂട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാത്ത വിധം പൂട്ടുമെന്നാണ് ലഭിക്കുന്ന വിവരം. പണ്ടാരണ്ട് പറഞ്ഞതുപോലെ ഗതികെട്ടവൻ തലമൊട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു എന്ന് പറയുന്നത് പോലെയാണ്. പഴയ കേസുകളൊക്കെ ഒന്നിനു പുറകെ മറ്റൊന്നായി മാങ്കൂട്ടത്തിന്റെ തലയിൽ വീഴുമെന്നാണ് കേൾക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. 13-ാം തീയതി ആകുമ്പോഴത്തേന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങളെല്ലാം കെട്ടടങ്ങും.